വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എനർജി ലവ് ബ്ലിസ് കോൺഷ്യസ്നെസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സാധാരണയായി നമ്മളൊരു മതനേതാവിനെയോ അല്ലെങ്കിൽ ഒരു ആത്മീയ പുരുഷനെയോ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു രൂപം എന്താണ്? അതായത് ഭയങ്കര ഗൗരവമുള്ള, മുഖത്തെപ്പോഴും ഒരു വല്ലാത്ത ശാന്തതയുള്ള ഒരാള് അല്ലേ? അതെ അതെ. സാധാരണ ജീവിതത്തിലെ ചിരികളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നുമൊക്കെ പൂർണ്ണമായും അകന്നു നിൽക്കുന്ന ഒരാളുടെ രൂപമായിരിക്കും. എന്നാൽ ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായ, ശരിക്കും ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും എന്നാൽ മനോഹരവുമായ ഒരു വ്യക്തിത്വത്തെ മനസ്സിലാക്കാനുള്ളൊരു യാത്രയാണിത്. തീർച്ചയായും. അപ്പോൾ നമ്മളിന്ന് നടത്താൻ പോകുന്ന ഈ ഡീപ് ഡൈവിന്റെ ടൈറ്റിൽ കൃഷ്ണ ദ മാൻ ആൻഡ് ഹിസ് ഫിലോസഫി ബൈ ഓഷോ എന്നാണ്. ഓഷോയുടെ വീക്ഷണത്തിൽ കൃഷ്ണനെക്കുറിച്ചുള്ള 100 സുപ്രധാന പോയിന്റുകളിലൂടെ കൃത്യമായ ക്രമത്തിൽ തന്നെ നമ്മളിന്ന് കടന്നു പോകാൻ പോവുകയാണ്. 1 മുതൽ 100 വരെ ഈ യാത്ര നിങ്ങളുടെ പല മുൻവിധികളെയും തിരുത്തിക്കുറിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോ ഈ വിഷയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാ, ഇപ്പോ കൃഷ്ണൻ വെറുമൊരു കഴിഞ്ഞകാല ചരിത്രപുരുഷൻ മാത്രമല്ല എന്നതാണ്. ഓഷോ തന്റെ ആദ്യത്തെ നിരീക്ഷണങ്ങളിൽ തന്നെ അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റിൽ തന്നെയല്ലേ? അതെ, കൃഷ്ണൻ ഭാവി കാലത്തിന്റേതാണ്. പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും എന്താ പറയാ, മനുഷ്യരാശിക്ക് അദ്ദേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള ഒരു മാനസികവും ആത്മീയവുമായ ഉയരത്തിലേക്ക് ഇനിയും വളരേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തെ ഭാഗികമായി മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ആശയങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം അദ്ദേഹം ജീവിതത്തെ കാണുന്ന രീതിയാണ്. ലോകത്തിലുള്ള മിക്കവാറും എല്ലാ മതങ്ങളും ജീവിതത്തെ വിഭജിക്കുന്നവയാണ്. ശരിയാണ്. അതായത് ശരീരത്തെ നിഷേധിക്കുകയും ആത്മാവിനെ മാത്രം പുകഴ്ത്തുകയും ചെയ്യുന്ന രീതി. എന്നാൽ കൃഷ്ണൻ ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിൽ ആ ഒരു ടോട്ടാലിറ്റിയിൽ സ്വീകരിക്കുന്നു. ചരിത്രത്തിൽ ഗൗരവമോ സങ്കടമോ ഇല്ലാത്ത ഏക മതപുരുഷൻ അദ്ദേഹമായിരിക്കും. പാടിയും നൃത്തം ചെയ്തുമാണ് അദ്ദേഹം വരുന്നത്. അതെ, സന്തോഷത്തിന്റെ മതം. അതെ, ദുഃഖത്തിന്റെയല്ല, സന്തോഷത്തിന്റെ മതമാണ് അദ്ദേഹത്തിൻ്റേത്. ശരീരത്തെ നിഷേധിക്കുന്ന മതങ്ങൾക്ക് ആയുസ്സില്ലെന്ന് ഓഷോ വ്യക്തമാക്കുന്നുണ്ട്. കൃഷ്ണൻ ശരീരത്തെ അതിന്റെ എല്ലാ മാനങ്ങളിലും സ്വീകരിക്കുന്നു. ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെപ്പോലും അദ്ദേഹം ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ അദ്ദേഹത്തെ ദൈവത്തിന്റെ പൂർണ്ണാവതാരമായി കാണുന്നത്. ഒരു ഭാഗത്ത് ആത്മീയതയുടെ അങ്ങേയറ്റം, മറുഭാഗത്ത് സാധാരണ മനുഷ്യന്റെ എല്ലാ വികാരങ്ങളും. ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതിന്റെ ഉദാഹരണമാണ് ആ ജീവിതം. അവിടെയാണ് എനിക്കൊരു സംശയം വരുന്നത്. ഇപ്പൊ ഈ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരാൾക്ക് എങ്ങനെ സാധിക്കും? സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് ഈ താമരയിലയിലെ വെള്ളം പോലെ ഒട്ടി നിൽക്കാതെ ജീവിക്കണമെന്നാണ്. ആ ഉപമ വളരെ പ്രശസ്തമാണ്. അതെ, പക്ഷെ അത് കേട്ട് ഒരുപാട് പഴകിപ്പോയി. ഈ ഡീപ് ഡൈവ് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാകാൻ നമുക്ക് വേറൊരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ നമ്മളൊരു ഹൈ എൻഡ് വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയാണിത്. നിങ്ങൾ ആ ഗെയിമിനകത്ത് പൂർണ്ണമായി ഇൻവോൾവ് ആണ്. ശരിയാണ്. നിങ്ങളെ ക്യാരക്ടർ ഫൈറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അതിലുണ്ട്. പക്ഷേ ആ കളി കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീൻ ഓഫ് ചെയ്യുമ്പോൾ ആ ഗെയിമിലെ സ്ട്രെസ് നിങ്ങൾ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നില്ല. കാരണം അതൊരു കളി മാത്രമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഇതുപോലെ ബന്ധങ്ങൾക്കിടയിലും എങ്ങനെ ഒട്ടി നിൽക്കാതെ അൺഅറ്റാച്ച്ഡായി ജീവിക്കാൻ കഴിയും? ആ വീഡിയോ ഗെയിം ഉദാഹരണം വളരെ കൃത്യമാണട്ടോ. കാരണം ആ ഒരു ഡിറ്റാച്ച്മെന്റ് വരണമെങ്കിൽ നമ്മൾ വികാരങ്ങളെ അടിച്ചമർത്താൻ പാടില്ല. ലൈംഗികതയോ കോപമോ പോലുള്ള പ്രകൃതിദത്ത വികാരങ്ങളെ അടിച്ചമർത്തുന്നതിനെ കൃഷ്ണൻ ശക്തമായി എതിർക്കുന്നു. അപ്പോൾ വികാരങ്ങളെ ശത്രുവായി കാണരുത്? ഒരിക്കലുമില്ല. സൗഹൃദത്തിലൂടെ അതിന് പരിവർത്തനം ചെയ്യണം. ട്രാൻസ്ഫോർമേഷൻ ഓവർ സപ്രഷൻ എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. നിങ്ങൾ നിഷേധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടുതൽ വേട്ടയാടിക്കൊണ്ടിരിക്കും. വൈരുദ്ധ്യങ്ങളെ നിരുപാധികം സ്വീകരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിഭൗതികമായ ഒരു തലത്തിലേക്ക്, ഒരു ട്രാൻസെൻഡൻസിലേക്ക് ഉയരാൻ കഴിയുന്നത്. പക്ഷേ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ദേഷ്യം പോലൊരു വികാരം നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകില്ലേ? ഈ അടിച്ചമർത്തലിനെതിരെയുള്ള നിലപാട് ഒരുതരം അരാജകത്വത്തിലേക്ക് നയിക്കില്ലേ? ദേഷ്യത്തെ എങ്ങനെയാണ് സൗഹൃദത്തിലൂടെ മാറ്റാൻ കഴിയുക? ദേഷ്യം അടിച്ചമർത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കൂ. അതൊരു വിഷമായി നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുകയും മറ്റു പല രൂപങ്ങളിൽ, ചിലപ്പോൾ അസൂയയായോ സങ്കടമായോ ഒക്കെ പുറത്തുവരികയും ചെയ്യും. അത് ശരിയാണ്. അടിച്ചമർത്തുക എന്നതിനർത്ഥം അതിനെ ഇല്ലാതാക്കുക എന്നല്ല, അതിനെ ഉള്ളിലേക്ക് തള്ളുക എന്നാണ്. എന്നാൽ പരിവർത്തനം എന്നു പറയുന്നത് ആ ഊർജത്തെ മനസ്സിലാക്കുക എന്നതാണ്. ഓഷോ ഒരു ഉദാഹരണം പറയുന്നുണ്ട്.
ആകാശത്തോളം ഉയരാൻ ആഗ്രഹിക്കുന്ന ഒരു വൃക്ഷത്തിനും അതിന്റെ വേരുകൾ അഗാധമായ ആഴത്തിലേക്ക് ഇറക്കേണ്ടതുണ്ട്. ഉയരവും ആഴവും. അതെ, ഉയരവും ആഴവും ഒരേ കാര്യത്തിന്റെ രണ്ടു വശങ്ങളാണ്. പകലും രാത്രിയും, സമാധാനവും യുദ്ധവും എല്ലാം കൃഷ്ണനിൽ കൈകോർത്തു നിൽക്കുന്നു. ഈ വൈരുദ്ധ്യങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് ജീവിതം വെറുമൊരു ഭാരമല്ലാതായി മാറുന്നത്. അതൊരു ലീലയായി അഥവാ പ്ലേ ആക്ടിംഗ് ആയി മാറുന്നത്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് തന്നെ കാരണം ഈ അഹിംസയെ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് എന്നും ഓഷോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ ജീവിതം ഒരു ലീലയാണ്, ഒരു കളിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പോയിന്റുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം യുദ്ധമാണ്. കുരുക്ഷേത്ര യുദ്ധം. അതെ, ജീവിതം ഇത്ര മനോഹരമായൊരു കളിയാണെങ്കിൽ എന്തിനാണ് കുരുക്ഷേത്ര പോലുള്ളൊരു വലിയ യുദ്ധം? കൃഷ്ണന്റെ ഹൃദയം പൂർണ്ണമായും അഹിംസയിൽ അധിഷ്ഠിതമാണെന്ന് പറയുന്നു. എന്നിട്ടും എന്തിനാണ് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്ന ഒരു യുദ്ധത്തെ അദ്ദേഹം പിന്തുണയ്ക്കുന്നത്? ഇതൊരു വലിയ കാപട്യമല്ലേ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു കാപട്യമായി തോന്നാം. എന്നാൽ അവിടെയാണ് കൃഷ്ണന്റെ ദർശനത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃഷ്ണൻ ഒരിക്കലും ഒരു യുദ്ധക്കൊതിയനല്ല. എന്നാൽ അനിവാര്യമായ യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടുന്നവനുമല്ല. അതായത് റിയാലിറ്റിയെ ഫേസ് ചെയ്യുന്നു. അതെ, സമാധാനവും യുദ്ധവും ജീവിതത്തിന്റെ രണ്ട് കാലുകളാണെന്ന് ഓഷോ പറയുന്നു. ഇവയിലൊന്ന് നഷ്ടപ്പെടുന്നത് നമ്മെ വികലാംഗരാക്കും. എന്തിനുവേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്നതാണ് പ്രധാനം. മാനവരാശിയുടെ നന്മയ്ക്കും വ്യക്തിസ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനും യുദ്ധം അനിവാര്യമാകുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ഇസങ്ങളിൽ, അതായത് ഒരുതരം ഐഡിയോളജികളിലും അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അപ്പോ സമത്വത്തിന്റെ പേരിൽ സ്വാതന്ത്ര്യമില്ലാതാക്കുന്നതിനെ അദ്ദേഹം എതിർക്കുന്നു, അല്ലേ? നീതി എന്നാൽ സ്വാതന്ത്ര്യമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അവിടെയാണ് ഈ വ്യക്തിയും ജനക്കൂട്ടവും തമ്മിലുള്ള വ്യത്യാസം കടന്നുവരുന്നത്. ശരിയാണ്. ജനക്കൂട്ടത്തിന് ആത്മാവില്ല, വ്യക്തിയാണ് പ്രധാനം എന്ന് കൃഷ്ണൻ പറയുന്നു. അതായത് നമ്മളൊരു ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ സ്വന്തം ബുദ്ധിയും ഉത്തരവാദിത്വവും നമ്മൾ മറക്കുന്നു. പക്ഷേ സ്വതന്ത്രരായ വ്യക്തികളിലൂടെ മാത്രമേ യഥാർത്ഥ സമൂഹമുണ്ടാകൂ. ാണ് കാര്യം. ആൾക്കൂട്ടത്തിന് സ്വന്തമായി ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിപ്ലവത്തിന്റെ വിത്ത് എപ്പോഴും വ്യക്തിയിലാണെന്ന് അദ്ദേഹം പറയുന്നത്. കൃഷ്ണൻ ശരിക്കും തന്റെ കാലത്തേക്കാൾ വളരെ മുന്നേ ചിന്തിച്ച വ്യക്തിയാണ്. ഈ വ്യക്തി സ്വാതന്ത്ര്യം നിലനിർത്താനാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. ഇനി ഈ യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന മുക്തിയെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും നോക്കൂ. സ്വർഗത്തെയും നരകത്തെയും കാണിച്ച് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുക്തി എന്നത് മരണശേഷം എവിടെയോ കിട്ടുന്ന സ്വർഗമല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ പിന്നെന്താണ്? അത് ഇവിടെയും ഇപ്പോഴുമാണ്, ഹിയർ ആൻഡ് നൗ. ഭാവിയിൽ സന്യാസത്തേക്കാൾ പ്രാധാന്യം കൃഷ്ണന്റെ കുഴലിനും നൃത്തത്തിനുമായിരിക്കും. സന്യാസം ഒരിക്കലും ജീവിത നൈരാശ്യത്തിൽ നിന്നല്ല, മറിച്ച് ആനന്ദത്തിൽ നിന്നാണ് ജനിക്കേണ്ടത്. സന്തോഷത്തിന്റെ പരകോടിയായ ആനന്ദത്തിൽ നിന്ന്. വാ, സന്യാസം ആനന്ദത്തിൽ നിന്ന് ജനിക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയുണ്ട്. പക്ഷെ ഇതിനൊപ്പം വരുന്ന മറ്റൊരു കൺസെപ്റ്റ് എനിക്ക് ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഈ ശരണം പ്രാപിക്കുക എന്നത്. എന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുക എന്ന് കേൾക്കുമ്പോൾ ഏതൊരു രാജാവിന്റെ മുന്നിൽ നമ്മൾ തോറ്റ് കീഴടങ്ങുന്നത് പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്? ഒപ്പം തെരഞ്ഞെടുപ്പുകളില്ലാതെ അഥവാ ചോയ്സ്ലെസ് ആയിരിക്കണമെന്നും പറയുന്നു. നന്മയെയും തിന്മയെയും നമ്മൾ എങ്ങനെ ഒരേപോലെ കാണും? തിന്മയെ നമ്മൾ എതിർക്കേണ്ടതല്ലേ? ശരണം പ്രാപിക്കുക എന്നാൽ ഒരു വ്യക്തിയുടെ മുന്നിൽ അടിമയാകുക എന്നല്ല ഓഷോ അർത്ഥമാക്കുന്നത്. മറിച്ച് ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിൽ ഒരു എതിർപ്പും കൂടാതെ സ്വീകരിക്കുക എന്നാണ്. ലോകത്തെ ദൈവത്തിന്റെ വിരൽ നീട്ടലായി കാണുക. ഓ, അപ്പോ ഈഗോ മാറ്റിവെക്കുക. അതെ, നിങ്ങളുടെ അഹങ്കാരത്തെ മാറ്റിവെച്ച് പ്രപഞ്ചത്തിന് നിങ്ങളെ വിട്ടുകൊടുക്കുക. നമ്മൾ ഞാൻ എന്ന ഭാവം വെടിഞ്ഞാൽ കേവലം ഒരു നടനായി മാറുന്നു. അവിടെ കർത്തൃത്വമില്ല. ഇനി ചോയ്സ്ലെസ് എന്താണെന്ന് നോക്കാം. തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും നമ്മെ ഭാഗികമാക്കുന്നു. അതായത് നമ്മൾ ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ മറ്റൊന്നും നഷ്ടപ്പെടുന്നു. അതെ, നമ്മൾ നന്മയെ മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ തിന്മയെ നമ്മൾ ഭയപ്പെടാൻ തുടങ്ങുന്നു. എന്നാൽ പുണ്യവാളനും പാപിയും സത്യത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് കൃഷ്ണൻ പറയുന്നു. ഇത് നമ്മുടെ സാധാരണ ധാർമ്മികവാദികൾക്ക് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം അവർ ലോകത്തെ എപ്പോഴും കറുപ്പും വെളുപ്പുമായി മാത്രം കാണാൻ ശീലിച്ചവരാണ്.
അപ്പോൾ ഈ നന്മയെയും തിന്മയെയും ഒരുപോലെ സ്വീകരിക്കുന്നതുകൊണ്ടാണ് കൃഷ്ണൻ ഇത്രത്തോളം പ്രവചനാതീതമായ സങ്കീർണമായൊരു ബഹുമുഖ വ്യക്തിത്വമാകുന്നത് അല്ലേ? തീർച്ചയായും. ഒരേ സമയം ഒരു കള്ളനായും ലോകം കണ്ട ഏറ്റവും വലിയ സന്യാസിയായും പൂർണ്ണതയോടെ മാറാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അദ്ദേഹം ചരിത്രത്തിനപ്പുറമുള്ള ഒരു നടനാണ്. ഇവിടെയാണ് നമ്മൾ ഈ അഹം ബ്രഹ്മാസ്മി എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ചർച്ച ചെയ്യേണ്ടത്. സാധാരണയായി നമ്മൾ ആത്മീയതയിൽ കേൾക്കാറുള്ളത് നിന്റെ അഹങ്കാരത്തെ കൊല്ലണം, ഈഗോ ഇല്ലാതാക്കണം എന്നൊക്കെയാണല്ലോ. എന്നാൽ ഇവിടെ ഓഷോ പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. അതൊരു വലിയ തിരിച്ചറിവാണ്. അഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും മറ്റൊരു തരം അഹങ്കാരമായി മാറാറുണ്ട്. ഞാൻ എത്ര വലിയ വിനീതനാണ് എന്ന അഹങ്കാരം. അതെ, ആ ഒരു ഫേക്ക് ഹ്യൂമിലിറ്റി. അതിനു പകരം ആ അഹത്തെ പ്രപഞ്ചത്തോളം വളർത്താനാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ദൈവമാണ്, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന വാക്യത്തിന്റെ അർത്ഥം എന്നിൽ നിന്നും വേറിട്ടതായി ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നില്ല എന്നാണ്. നിങ്ങൾ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുമ്പോൾ പിന്നെ അവിടെ ഈഗോയ്ക്ക് നിലനിൽപ്പില്ല. ഭയങ്കര ഡീപ്പാണ് ആ പോയിന്റ്. അതെ, ഇതിനർത്ഥം അദ്ദേഹം കാട്ടിൽ പോയി ഒരുപാട് കാലം തപസ് ചെയ്ത ആളല്ല എന്നാണ്. ജ്ഞാനോദയം എന്നത് അധ്വാനിച്ച് നേടുന്ന ഒന്നല്ല, അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ഓർമ്മിക്കലാണ്. നിങ്ങൾ നിത്യനാണെന്ന് നിങ്ങൾ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പവർഫുള്ളായ ഒരു ചിന്തയാണത്. നമ്മളാകാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ഡീപ്പ് ഡൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങളുടെ സ്വന്തം പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ ധർമ്മം, അഥവാ സ്വധർമ്മം. അതെ, മറ്റുള്ളവരെ അനുകരിക്കാതിരിക്കുക. മറ്റൊരാളെ അനുകരിക്കുന്നത് ശരിക്കും മാനസികമായൊരു ആത്മഹത്യയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ പോലെ ആകാനാണ് ശ്രമിക്കുന്നത്. അവരെപ്പോലെ ഡ്രസ് ചെയ്യണം, അവരെപ്പോലെ സംസാരിക്കണം, അവർ വാങ്ങുന്ന കാർ വാങ്ങണം. പക്ഷേ താനായിരിക്കുക എന്നതാണ് ഏക പുണ്യം. നമ്മൾ ചിലപ്പോൾ അർജുനന്റെ അവസ്ഥയിലായിരിക്കും. സംശയങ്ങൾ നമ്മെ തളർത്തിയേക്കാം. പക്ഷേ സംശയങ്ങളെ ആയുധമാക്കി ആവശ്യമില്ലാത്തതിനെ നീക്കുമ്പോൾ വിശ്വാസം താനേ തെളിഞ്ഞുവരും. നമ്മളിലെ ആവശ്യമില്ലാത്ത ഈ കൃത്രിമമായ കാര്യങ്ങളെ നീക്കം ചെയ്ത് സ്വന്തം പ്രകൃതിയെ കണ്ടെത്തുന്നൊരാൾ സ്വാഭാവികമായും മറ്റുള്ളവരെ ആകർഷിക്കുന്നൊരു കേന്ദ്രമായി മാറുന്നു. കൃഷ്ണൻ എന്ന പേരിന്റെ അർത്ഥം തന്നെ എല്ലാം തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന കേന്ദ്രം, അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ്. അപ്പൊ ദുഷ്ടന്മാരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ? ദുഷ്ടന്മാരെ കൊല്ലുകയെന്നാൽ അവരെ പുണ്യവാന്മാരായി മാറ്റുക എന്നാണ്. ആ പേരിൽ തന്നെ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ കഥയുമുണ്ട്. ഒരാൾ പൂർണ്ണമായി തന്നിലേക്ക് തന്നെ വേറുറപ്പിക്കുമ്പോൾ ലോകം മുഴുവൻ അവരിലേക്ക് ആകർഷിക്കപ്പെടും. ആ ആകർഷണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ പ്രണയത്തെയും ലൈംഗികതയും കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കടന്നുവരുന്നത്. ലൈംഗിക ഊർജത്തെയും പ്രണയത്തെയും വിവാഹത്തെയും ഓഷോ എങ്ങനെ വേർതിരിച്ച് കാണുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിച്ചു പോകും. തീർച്ചയായും. ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പുകൾ പലപ്പോഴും ശ്വാസം മുട്ടിക്കുന്നതായി മാറുന്നതെന്തുകൊണ്ടാണെന്ന് ഇത് നമ്മളെ മനസ്സിലാക്കി തരുന്നു. പ്രണയം സ്വാതന്ത്ര്യമാണെന്നും വിവാഹം ഉടമസ്ഥാവകാശമായി മാറുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഈ വൈരുദ്ധ്യങ്ങളെല്ലാം കൃഷ്ണനിൽ വളരെ സ്വാഭാവികമായി സമ്മേളിക്കുന്നുണ്ട്. കൃഷ്ണൻ ശരിക്കും ഒരു കണ്ണാടി പോലെയാണ്. അതിൽ നോക്കുന്നവർക്ക് അവരവരുടെ തന്നെ പ്രതിബിംബം കാണാം. പ്രണയത്തെ അദ്ദേഹം കാണുന്നത് ഒരു ഉടമസ്ഥാവകാശമായിട്ടല്ല, മറിച്ച് ഒരാളെ സ്വതന്ത്രനാക്കുന്ന ഊർജമായിട്ടാണ്. നമ്മളെപ്പോഴും സ്നേഹത്തെ ഒരു വ്യക്തിയിലേക്ക് മാത്രമായി ചുരുക്കാനാണ് ശ്രമിക്കുന്നത്. അതെ, നമ്മളെപ്പോഴും ഒരു ബൗണ്ടറി വയ്ക്കും. എന്നാൽ കൃഷ്ണന്റെ സ്നേഹം സൂര്യപ്രകാശം പോലെയാണ്. അത് എല്ലാവർക്കും ലഭ്യമായ ഒന്നാണ്. ഈ ജീവിതം വെറുമൊരു ജോലിയല്ല, അതൊരാഘോഷമാകണം, സെലിബ്രേഷൻ. ഒരു സന്യാസിക്ക് ഏത് ചെറിയ ജോലിയെയും, അത് തറ തുടയ്ക്കുന്നതായാലും പാചകം ചെയ്യുന്നതായാലും, ഒരു ഉത്സവമാക്കി മാറ്റാൻ കഴിയും. ഈ ആഘോഷം എന്ന് പറയുമ്പോൾ എനിക്ക് വീണ്ടും വരുന്ന സംശയം ഇതാണ്. ഒരു ഡാൻസ് പാർട്ടിയിലോ അല്ലെങ്കിൽ കാട്ടിലിരുന്ന് നമുക്ക് ജീവിതം ആഘോഷിക്കാം. പക്ഷേ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അതെങ്ങനെ സാധിക്കും? അവിടെയാണ് ആ ഒരു നോൺ റെസിസ്റ്റൻസ് വരുന്നത്. അതെ, ആ നോൺ റെസിസ്റ്റൻസ് പോളിസി. അതായത് ജയിക്കണമെന്ന അമിതമായ ആഗ്രഹമില്ലാതെ കളിക്കുന്നതുകൊണ്ടാണ് കൃഷ്ണൻ എപ്പോഴും വിജയിക്കുന്നത്. വിപരീത ഊർജത്തെ അദ്ദേഹം തടയുന്നില്ല, അതിനെ ഉൾക്കൊള്ളുന്നു. ശരിയാണ്. നമ്മൾ സ്പോർട്സിലൊക്കെ കാണാറില്ലേ, വളരെ റിലാക്സ്ഡായി കളിക്കുന്ന പ്ലെയേഴ്സ് എപ്പോഴും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുന്നത്. ഒരു തരം ഫ്ലോ സ്റ്റേറ്റ്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ അർജുനന് പോലും ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ആ ആനന്ദത്തിന്റെ ആഘാതം സഹിക്കാൻ അയാൾ പാടുപെടുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും റിസൾട്ടിനെക്കുറിച്ച് വ്യാകുലരാണ്.
എന്തെങ്കിലും നേടണം എന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ എന്തിനും ഇറങ്ങിത്തിരിക്കുന്നത്. എന്നാൽ ഫലം എന്തായാലും അതിനെ ആഘോഷമായി കാണാൻ കഴിയുക എന്നതാണ് കൃഷ്ണന്റെ രീതി. ഈ അനന്തമായ ആനന്ദം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിലെ ബഹളങ്ങൾ അവസാനിപ്പിക്കണം. പൂർണ്ണമായ നിശബ്ദതയിലേക്കും സമർപ്പണത്തിലേക്കും നമ്മൾ എത്തിച്ചേരണം. സത്യമറിയാൻ നാം പിടിച്ചുവെച്ചിരിക്കുന്ന നമ്മുടെ ഭൂതകാലത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കണം. ഈ ഭൂതകാലത്തെ ഉപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കടന്നുവരുന്നുണ്ട്. അഹങ്കാരം മാറുമ്പോൾ കേൾക്കുന്ന ആ അനാഹത ശബ്ദം. ഇത് കേൾക്കുമ്പോൾ എന്തോ വലിയ മാന്ത്രിക ശബ്ദമാണെന്ന് തോന്നും. പക്ഷെ പ്രാക്ടിക്കലായി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ അനാഹത ശബ്ദം? ഈ അനാഹത ശബ്ദമെന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്നൊരു ശബ്ദമല്ല. നമ്മുടെ മനസ്സിന്റെ നിരന്തരമായ സംസാരമുണ്ടല്ലോ, ആ ഒരു റേഡിയോ എപ്പോഴാണോ പൂർണ്ണമായി ഓഫാകുന്നത്, അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആഴത്തിലുള്ളൊരു നിശബ്ദതയുണ്ട്. ഒരു അസ്തിത്വത്തിന്റെ ശബ്ദം, ഓം എന്ന ശബ്ദം. അതാണ് അനാഹതം. അവിടെ കർമ്മവും അകർമ്മവും ഒന്നാകുന്നു. അതായത് കർമ്മത്തിലൂടെയുള്ള അകർമ്മം. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മളിലൂടെ പ്രപഞ്ചം പ്രവർത്തിക്കുകയാണ്. വളരെ കൃത്യമായ ഒരു വിശദീകരണമാണിത്. നമ്മളൊരു ഉപകരണം മാത്രമാണെന്ന് തിരിച്ചറിയുക. ഒരു പുല്ലാങ്കുഴൽ പോലെ. ആ കുഴലിനകത്ത് ശൂന്യതയുള്ളതുകൊണ്ടാണ് അതിലൂടെ മനോഹരമായ സംഗീതം പുറത്തുവരുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിലെ ഞാനെന്ന ഭാവമില്ലാതാകുമ്പോൾ സംഭവിക്കുന്ന ശുദ്ധമായ അസ്തിത്വം. തീർച്ചയായും. ഓഷോ പറയുന്നുണ്ട്, ദൈവത്തോട് പ്രണയത്തിലാകുന്ന സമർപ്പണബോധമുള്ള ഒരു സ്ത്രീ മനസ്സാണ് കൃഷ്ണൻ സൂചിപ്പിക്കുന്നതെന്ന്. ഈ സമർപ്പണത്തിലൂടെയാണ് ചരിത്രം കറങ്ങുന്ന ചക്രത്തിന്റെ നിശ്ചലമായ അച്ചുതണ്ടായി ദൈവികതയെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു സമർപ്പണം സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ദർശനത്തിന്റെ പൂർണ്ണരൂപം മനസ്സിലാവുക. കാരണം മനുഷ്യന്റെ ചിന്തകളെ, ഭയങ്ങളെ, ആഗ്രഹങ്ങളെ എല്ലാം ഇത്രത്തോളം ആഴത്തിൽ സ്പർശിച്ച, ഇത്രയും ശാസ്ത്രീയമായി സമീപിച്ച മറ്റൊരു ദർശനം അപൂർവമാണ്. കൃഷ്ണൻ എന്ന ചരിത്രപുരുഷനിലൂടെ നമ്മൾ വാസ്തവത്തിൽ കാണുന്നത് നമ്മുടെ തന്നെ ഉള്ളിലെ സാധ്യതകളെയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 100 ആശയങ്ങളെല്ലാം കൂടി ഇണക്കുമ്പോൾ എത്തുന്ന ആ അവസാനത്തെ വലിയ സത്യം എന്താണ്? സ്വർഗത്തിൽ മേഘങ്ങൾക്കിടയിൽ എവിടെയോ സിംഹാസനത്തിലിരിക്കുന്ന ഒരു വ്യക്തിയല്ല ദൈവം, മറിച്ച് ഓരോ മനുഷ്യന്റെയും സ്വന്തം പ്രകൃതിയാണ് ദൈവം. അതെ, അത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. ഒരു മനുഷ്യന്റെ ആത്മാവ് അതിന്റെ പൂർണ്ണതയിലെത്തുമ്പോൾ, അതിന്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യലിലേക്ക് എത്തുമ്പോൾ, അതുതന്നെ ദൈവമായി മാറുന്നു. ശരിക്കും ഈ ആശയങ്ങളിലൂടെ കടന്നുപോയ ഈ യാത്ര നമ്മുടെ ചിന്താശേഷിയെ അക്ഷരാർത്ഥത്തിൽ ഉണർത്തുന്ന ഒന്നായിരുന്നു. തീർച്ചയായും. ഈ ഓരോ നിരീക്ഷണങ്ങളും നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരൊറ്റ കാര്യമാണ്: നിങ്ങളുടെ സ്വന്തം സത്യത്തിലേക്ക് ഉണരുക. ഭയമില്ലാതെ, തിരഞ്ഞെടുപ്പുകളില്ലാതെ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക. അതെ. അപ്പോ ഈ ഡീപ്പ് ഡൈവ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചോദിക്കാൻ, ചിന്തിക്കാൻ ഒരു പുതിയ ആശയം ഞാൻ നൽകുകയാണ്. നമ്മൾ പറഞ്ഞു കൃഷ്ണൻ ഒരു വലിയ കണ്ണാടിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? നല്ലൊരു ചോദ്യമാണത്. നിങ്ങളുടെ സ്വന്തം ഭയങ്ങളാണോ, നിങ്ങളുടെ പരിമിതികളാണോ, അതോ ലോകം മുഴുവൻ പ്രകാശിക്കാൻ കാത്തുനിൽക്കുന്ന, ആരും കാണാതെ മറഞ്ഞുകിടക്കുന്ന നിങ്ങളുടെ തന്നെ അനന്തമായ സാധ്യതകളാണോ? ഇതിനുള്ള ഉത്തരം നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി തന്നെ കണ്ടെത്തുക. എന്തായാലും നിങ്ങളുടെ ഈ സമയം വളരെ മൂല്യവത്തായ ഒന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒപ്പം മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ ഡീപ് ഡൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. പീസ് ഔട്ട്.